ഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനം. നമ്മൾ എമ്പുരാൻ എന്ന സിനിമയെ സംബന്ധിച്ച് പറയാമെന്നാണ് പറഞ്ഞിരുന്നത്. അത് പറയുന്നതിന് മുൻപ് അത്യാവശ്യം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊരു പ്രധാന കാര്യം, നിങ്ങൾ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, നിങ്ങളങ്ങ് ചെയ്യണം. അത് ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് പുരോഗമിക്കാൻ ഉതകുന്നൊരു കാര്യമാണ്. രണ്ടാമത്, നിങ്ങൾ പരമാവധി പേർക്ക് ഇത് ഷെയർ ചെയ്യണം, മുഴുവൻ കേൾക്കാൻ വേണം. പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഭാഷയുടെ പരിമിതിയൊക്കെ കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന്. പക്ഷെ ചിലപ്പോൾ കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ ക്ഷമിക്കുകയും എവിടെയാണ് തിരുത്തേണ്ടതെന്ന് പറയുകയും ചെയ്താൽ നമുക്ക് അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. എന്നാൽ നിങ്ങൾ കൂടുതൽ പ്രാവശ്യം കാണാനും അങ്ങനെ കണ്ട് കാര്യങ്ങളിലുള്ള അവ്യക്തതകളെ കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്താനും ഒക്കെ തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി സജീവമായ ശുശ്രൂഷയായി ഇത് മാറും. എമ്പുരാൻ എന്ന സിനിമയെ സംബന്ധിച്ച് ഇന്ന് സംസാരിക്കാം, തുടങ്ങാം എന്നാണ് ആലോചിച്ചത്. ഒരു ദിവസം കൊണ്ട് തീരും തോന്നണില്ല. കാരണം ഒരു കലാവസ്തുവിനെ നമ്മൾ പരിശോധിക്കേണ്ടത് അതിന്റെ പ്രമേയപരത, അതിലുപയോഗിക്കുന്ന ബിംബങ്ങൾ, അത് കൈകാര്യം ചെയ്യുന്ന ഭാഷ, അത് എന്ത് ലക്ഷ്യം വെക്കുന്നു എന്നിങ്ങനെ വിവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാണ്. അതിന്റെ സൗന്ദര്യാത്മകമായ വശം എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ കേവലമായ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അതിനെ നമ്മൾ മൂടി വെക്കുന്നത് ശരിയല്ല. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ്, അങ്ങനെയാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു കാര്യം പറയും, എന്നിട്ട് തങ്ങളുടെ അറിവ് വെച്ച് അതിനെ വിമർശിക്കും. ഇപ്പോൾ കാണുകയും വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ അറിവും പരിമിതിയൊക്കെ വെച്ചുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ അറിവും കഴിവും പരിമിതിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാഴ്ചയുടെ സമ്പൂർണത നമുക്കുണ്ടാവണമെന്നില്ല. ഒരു കഥ വായിക്കുമ്പോൾ ആ കഥ മുഴുവനായിട്ട് അയാൾക്ക് മനസ്സിലാവണമെന്നില്ല. പല കാര്യങ്ങളും വായിക്കുമ്പോൾ തമാശയായിട്ട് വരെ തോന്നാവുന്ന കാര്യങ്ങളുണ്ട്. ചില സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ കോമഡിയാണെന്ന് തോന്നും, അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ തിരിച്ചറിയാതെ പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കാതെ കുറച്ചുകൂടി വ്യക്തതയോടെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങണം. അങ്ങനെ നമ്മൾ ശ്രദ്ധയോടെ നോക്കുമ്പോഴാണ് പ്രമേയപരതയെയും അതിലുപയോഗിക്കുന്ന ബിംബങ്ങളെയും ഭാഷണ രീതിയെയും നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതികതയും വിവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആവശ്യമായിട്ട് വരിക. അതുകൊണ്ട് അത് പെട്ടെന്നങ്ങ് പറഞ്ഞു തീരുന്നൊരു കാര്യമല്ല. പക്ഷെ അത് പറയുന്നതിന് മുൻപ് ഇന്ത്യയുടെ സമകാലികമായ സാഹചര്യത്തെ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഇന്ത്യ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ന്യൂനപക്ഷ വിഭാഗങ്ങളും ആദിവാസികളും ദളിതരും പീഡിപ്പിക്കപ്പെടുന്നു. അതിന് കൂടുതൽ ആക്കം വർദ്ധിക്കുകയാണ്. ഒരു മതരാഷ്ട്രം എന്ന നിലയിലേക്ക് ചുവട് വയ്ക്കുന്നതിന്റെ എല്ലാ അടയാളങ്ങളും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സംസ്ഥാനങ്ങളെ വിലവയ്ക്കാത്ത, സംസ്ഥാനങ്ങളെ അർഹമായ രീതിയിൽ പരിഗണിക്കാത്ത, അതേസമയം തന്നെ ധാർഷ്ട്യത്തോടെ നമ്മോട് പെരുമാറുന്ന ഒരു യൂണിയൻ സർക്കാർ നമുക്കുണ്ടായിരിക്കുന്നു. ആ യൂണിയൻ സർക്കാരിന്റെ പ്രവർത്തനം, നമ്മൾ വയനാട് അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്ന രീതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാഷ്ട്രീയമായി എങ്ങനെയൊക്കെ നമ്മളെ തകർക്കാം, അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ എങ്ങനെയൊക്കെ അടിച്ചമർത്താം എന്ന് ശ്രമിക്കുന്ന ഭരണ സംവിധാനം രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ള സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പൊ ജബൽപൂരിനെ സംബന്ധിച്ചാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത്. ജബൽപൂരിൽ നമ്മുടെ പുരോഹിതരെയും വിശ്വാസികളെയും ആൾക്കൂട്ടം തല്ലിച്ചതയ്ക്കുന്നു. പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്നു. ഇങ്ങനെയാണല്ലോ, നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ ഗുജറാത്തി കലാപം ഉണ്ടായപ്പോഴും പോലീസ് നോക്കി നിൽക്കുകയാണ് ചെയ്തത്. ബാബറി മസ്ജിദ് തകർത്തപ്പോഴും പോലീസ് നോക്കി നിൽക്കുകയാണ് ചെയ്തത്. അതിക്രമങ്ങൾ ഉണ്ടാവുമ്പോൾ നോക്കി നിൽക്കുക, അതിക്രമത്തിന് കാവൽ കൊടുക്കുക എന്നൊരു നടപടിയാണ് ഉത്തരേന്ത്യയിലാകെ നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ടായി. 4 ദിവസമായിട്ട് കേസെടുക്കുന്നില്ല, അവസാനം FIR ഇടുന്നു. ആ FIR-ലും വ്യക്തമായി ഈ പ്രതികളെ ശിക്ഷിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിൽ വന്ന് ഇവിടെ നിന്ന് ജയിച്ചു പോയൊരു MP ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഇത് ചോദിക്കാൻ നിങ്ങളാരാണ്, ഇത് ആരോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ ധാരണ? ജനം നിങ്ങൾ വോട്ട് ചെയ്യുന്നു എന്നല്ലാതെ, ജനം നിങ്ങളെ ജയിപ്പിക്കുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് പരമാധികാരമൊന്നും തന്നിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട രാജകീയമായ അധികാരമല്ലത്. ഇത് ജനായത്ത സമൂഹമാണ്. ഈ സമൂഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അത് ഒരു മതവിഭാഗത്തിന്റെ നിലയ്ക്കല്ല. ജബൽപൂരിൽ ഒരു ക്രൈസ്തവ പുരോഹിതൻ അല്ലെങ്കിൽ വിശ്വാസികൾ ആക്രമിക്കപ്പെടുമ്പോൾ ആ ആക്രമിക്കപ്പെടുന്നതിനെതിരെ നിങ്ങൾ എന്ത് ചെയ്തു, എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് രാജ്യം ഭരിക്കാൻ താൽക്കാലികമായി കയ്യേൽപ്പിക്കപ്പെട്ട ആളുകൾ എന്ന നിലയ്ക്ക് നിങ്ങളോട് ചോദിക്കും. നിങ്ങളെ ഇങ്ങനെ ജോലിക്ക് നിയമിച്ചിരിക്കുകയാണ് ജനം. നിങ്ങളൊരു സർവീസിന് വേണ്ടി നിയമിക്കപ്പെട്ടവർ മാത്രമാണ്.
ഇവിടുത്തെ വോട്ടർമാർ വോട്ടവകാശം വിനിയോഗിച്ച് നിങ്ങളെ ജയിപ്പിക്കുകയും നിങ്ങൾക്ക് ശമ്പളം തരികയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് ശമ്പളം തന്ന് നിങ്ങളെ നടത്തുന്ന ആളുകൾ ഒരു രാജ്യത്തൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ, എവിടെയെങ്കിലും അതിക്രമം ഉണ്ടാവുമ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. മണിപ്പൂർ സംഭവം ഉണ്ടായ സമയത്ത് അദ്ദേഹം പറഞ്ഞത് അവിടെ ആണുങ്ങളുണ്ട് നോക്കാൻ എന്നാണ്. ആണുങ്ങളല്ല ലോകത്തെ ഭരിക്കുന്നത് മനുഷ്യരാണ്. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യക്കാർ എന്ന നിലയിലാണ്. അതുകൊണ്ട് ചോദ്യങ്ങളോട് അസഹിഷ്ണുത ഉണ്ടാകുകയും തട്ടിക്കേറുകയും മാധ്യമപ്രവർത്തകരെ അകറ്റി നിർത്തുകയും വായി തോന്നുന്ന മാടമ്പിത്തരമൊക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ജനപ്രതിനിധി അവഹേളിതനാകുന്ന കാര്യമാണ്. സ്വയം അവഹേളിക്കപ്പെടുക. അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് ഒഡീഷയിൽ വീണ്ടും പുരോഹിതർ ആക്രമിക്കപ്പെടുന്നു, അത് പോലീസിനാൽ ആക്രമിക്കപ്പെടുന്നു. നമ്മൾ രാജ്യത്ത് ആകമാനം കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ വേട്ടയാണ്. ഇപ്പൊ വഖഫ് ബില്ല് വന്നപ്പോ മുസ്ലിങ്ങളെ ആകെ അങ്ങ് വിഴുങ്ങിക്കളയാമെന്ന് വിചാരിച്ച് അതിലൂടെ ക്രിസ്ത്യാനികളെ സഹായിക്കുന്നുണ്ട് എന്ന് ഭാവം പുലർത്തി മുനമ്പത്തൊക്കെ വന്ന് വാചോടാപം നടത്തി പോകാൻ പറ്റി. യഥാർത്ഥത്തിൽ മുനമ്പം പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വഖഫ് ബില്ലിന് കഴിയില്ല. അത് അതിന്റെ പരിധി വരുന്ന കാര്യമല്ല, സംഭവിക്കുന്ന കാര്യമല്ല. ഇത് അറിയാഞ്ഞിട്ടല്ല. ഇത് പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നുണ്ട്, ഇതുകൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമല്ല, ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. വഖഫ് ബില്ല് കൊണ്ടിരുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. നേരത്തെ അവരുടെ ആരാധനാലയങ്ങൾ തല്ലിത്തകർത്താണ് നേടിയിരുന്നതെങ്കിൽ തല്ലിത്തകർക്കാതെ നിയമപരമായി നേടിയെടുക്കാൻ കളക്ടർമാരെ ഉപയോഗിച്ച് ഇതെല്ലാം വസൂലാക്കാൻ കഴിയുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പോ ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നത് എങ്ങനെ സമുദായ വിദ്വേഷത്തിനകത്ത് മുസ്ലിങ്ങൾക്കെതിരായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ. അങ്ങനെയാണല്ലോ BJP ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പണി എന്താ? മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോ ആ തമ്മിലടിയിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന ക്രിസ്ത്യാനികളായ ആളുകൾ കൈകൊട്ടിച്ചിരിച്ചു. അങ്ങനെ മുസ്ലിങ്ങൾ പൂട്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അടി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഓർഗനൈസറിൽ വന്ന ലേഖനത്തിൽ കൃത്യമായി ഇന്ത്യയിൽ ഗവൺമെന്റ് ഇതരമായി ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് കൈവശം വെക്കുന്നത് കത്തോലിക്ക സഭയാണെന്ന് പ്രത്യേകം പറയുന്നു. കത്തോലിക്ക സഭയുടെ ആതുരാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ എണ്ണം പറഞ്ഞ് പരിശോധിച്ചതിന്റെ രേഖ പറയുന്നു. അത് കേട്ടിട്ടും ഇത്തരത്തിൽ BJP അനുകൂലികളായി സംഗീതം ഹൃദയത്തിൽ പേറുന്ന ക്രിസ്ത്യാനികൾ പറയാണ് അഭിമാനമുണ്ട്, ഇവരിതൊക്കെ മനസ്സിലാക്കിയല്ലോ എന്നാണ്. ഇതൊക്കെ മനസ്സിലാക്കി കളഞ്ഞല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കളയല്ല, ഇതൊക്കെ കണക്ക് കൂട്ടി വെച്ച് ഒരു ചർച്ച് ബില്ല് കൊണ്ടുവന്ന് ഇതെല്ലാം പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന ഒരു വെല്ലുവിളിയാണ് അതിനകത്തുള്ളത്. പ്രതിഷേധം വരുന്ന സമയത്ത് ഓർഗനൈസർ അത് പിൻവലിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലായില്ലേ, ഇത് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് വരാൻ പോകുന്നത് ചർച്ച് ബില്ലാണ്, അടുത്തത് വരാൻ പോകുന്നത് കത്തോലിക്ക സഭയെ കൊടുക്കാനുള്ള വഴികളാണ്. അതിനുള്ള പ്രയത്നങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്. വികാരിയച്ഛന്മാരുടെയും കൊച്ചച്ഛന്മാരുടെയും ഒക്കെ ശമ്പളത്തെ സംബന്ധിച്ച റിട്ടേണുകൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധിയായ പ്രശ്നങ്ങൾ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ സഭയെ പീഡിപ്പിക്കുന്നവരായി സംഘപരിവാർ നിലനിൽക്കുകയും സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ സർക്കാർ അതിനായി നിയമങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും. നിശ്ചയമായിട്ടും രാജ്യത്ത് ഇത്രയേറെ അതിക്രമങ്ങൾ നേരിട്ട ക്രൈസ്തവ സമൂഹത്തെ ഒരിക്കൽ പോലും രക്ഷിക്കുന്നതിന് ഒരു ചെറുവിരലനക്കാത്ത, അല്ലെങ്കിൽ ഈ അക്രമങ്ങൾക്കൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്ന യൂണിയൻ സർക്കാരും അതത് സംസ്ഥാന സർക്കാരുകളും വെളിപ്പെടുത്തുന്നത് സംഘപരിവാർ മുഖമാണ്. സംഘപരിവാർ ആട്ടിൻ തോലിട്ട ചെന്നായാണെന്ന കാര്യമാണ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വർഗീയമായി വിഭജിക്കപ്പെടുകയും തമ്മിൽ വിഭാഗീയത ഉണ്ടാക്കി ആ വിഭാഗീയത മുതലെടുത്ത് നുഴഞ്ഞു കയറുകയും ചെയ്യുന്ന സംഘപരിവാർ അജണ്ടയ്ക്കെതിരെയുള്ള ഒരു ചിത്രമായിട്ട് വേണം പ്രമേയപരമായി ഒരു ഭാഗത്ത് എമ്പുരാനെ കാണാൻ. അതുകൊണ്ടാണ് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നു. ഞാൻ ക്രിസംഖ്യ എന്ന് പേര് വിളിക്കാത്തത് എനിക്ക് അങ്ങനെ വിളിച്ച് ക്രിസ്ത്യാനികളെ അപമാനിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. നമ്മളിപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വഞ്ചകനായാൽ എപ്പോഴും വഞ്ചക എന്ന് വിളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കാത്തത്. സംഘപരിവാറിനോട് ഒത്തുനിന്ന് യഥാർത്ഥത്തിൽ സഭാവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ അതില് ഒരു പുരോഹിതൻ ഈ എമ്പുരാൻ സിനിമയെ വിമർശിക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് ബാബു ബജരംഗിയെ ആ പേര് പറഞ്ഞു എന്ന കാര്യം അറിയാതെ പറഞ്ഞുപോയി. ബാബ ബജരംഗിയുടെ പേര് പറഞ്ഞാൽ എന്തിനാണ് അതിൽ ക്രൈസ്തവ വിരോധമുള്ളത്? പക്ഷെ ഒരു ഇന്റർവ്യൂവിനകത്ത്
പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിനിടയ്ക്ക് അറിയാതെ ബാബാ ബജറംഗിയെ വിമർശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുപോയി. നമ്മള് സിനിമ നിർമ്മിക്കുന്നവരെയോ കഥ എഴുതുന്നവരെയോ ലോകത്ത് കലാപരമായ സൃഷ്ടികൾ നടത്തുന്നവരെയോ ഒക്കെ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരാവുന്നവരല്ല. വിവിധ തരത്തിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കും. സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാവസ്തു ഒരിക്കലും ഇങ്ങനെയേ ആകാവൂ എന്ന് നിയമമില്ല. നിയമങ്ങളൊക്കെ മറികടക്കുന്ന, എല്ലാ ബൈനറികളെ മറികടക്കുന്ന ഒന്നാണ്. വിമർശനാത്മകമായ കാര്യങ്ങൾ ഉണ്ടാകാം, ഒരുപക്ഷെ ആക്ഷേപകരമായ കാര്യങ്ങൾ ഉണ്ടാകാം. ഒരു കലാവസ്തുവിനെ കലാവസ്തുവായിട്ട് കാണണം, എസ്തറ്റിക്കലായ അതിന്റെ ഭാവത്തെ കാണണം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചരിത്രപരമായി അതിനൊരു ബന്ധം ഉണ്ടാകും. ഏത് കലാവസ്തുവും എപ്പോൾ ആര് നിർമ്മിച്ചാലും ചരിത്രപരമായ കാര്യങ്ങൾ ഉണ്ടാകും, വ്യവസ്ഥാപരമായ കാര്യങ്ങളുള്ള വിമർശനങ്ങൾ അതിനകത്ത് ഉണ്ടാകാം. ഒരുപക്ഷെ നന്നായിട്ട് പറയുമ്പോൾ പോലെ അതിനകത്ത് നിര വിമർശനം അതോടുകൂടെ ഉൾക്കൊണ്ടിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കലാവസ്തുവിനെ കാണുമ്പോൾ ആ കലാവസ്തുവിനെ പരിശോധിക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമായി അതെങ്ങനെ സംവദിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എമ്പുരാനെതിരെ ഇത്രയേറെ ആക്രമണങ്ങൾ ഉണ്ടാകാനും ഇപ്പോ അത് വെട്ടിത്തിരുത്തലിനൊക്കെ ശേഷവും അതിന് നിർമ്മിതാവിന്റെ വീട്ടിൽ റെയ്ഡ്, വ്യവസായ സ്ഥാപനങ്ങളിൽ റെയ്ഡ്, ഇപ്പൊ സംവിധായകന് ED കത്തയക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്നതിന്റെ പിന്നിൽ നമുക്ക് കാണാവുന്നത് ഇത് ഭയത്തിന്റെ കീഴിൽ നമ്മെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവൃത്തിയാണ്. ഒരു സെൽഫ് സെൻസറിങ്ങിന് നമ്മൾ വിധേയരാകാൻ ഇടയാകും വിധം യൂണിയൻ സർക്കാരും ആ യൂണിയൻ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ ശക്തികളും രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ ഏജൻസികളെയും നമ്മെ ഇങ്ങനെ വിലക്കെടുക്കാനും വിലങ്ങ് തീർക്കാനുമുള്ളവയാക്കി മാറ്റുന്നു എന്ന കാര്യമാണ് ആനുകാലിക ചിത്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹം ഈ ലോകത്തിന് ചെയ്ത നന്മകളെ ഒന്നും പരിഗണിക്കാതെ, നമുക്കറിയാം അനാഥാലയങ്ങളെ താഴ്ത്തുകൂട്ടുന്ന നിലപാടുകൾ പലപ്പോഴായിട്ട് സ്വീകരിച്ചു. നമ്മളിവിടെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിരുന്ന സഹായങ്ങൾ നിരോധിക്കുന്നിടയുണ്ടായി. ഇതെല്ലാം മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ചാരിറ്റിയൊക്കെ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അതൊക്കെ മതപരിവർത്തനമാണെന്ന് വരുത്തി തീർത്തു. അങ്ങനെ മദർ തെരേസ പോലും മതപ്രചാരകയാണ് എന്ന അർത്ഥത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ ചെയ്തിട്ട് എല്ലാ പ്രവർത്തനവും, ഹിന്ദി ഭാഷ ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ പാതിരിമാരാണ്. അതൊക്കെ മറന്നുകൊണ്ട് ഇവിടെ ഉണ്ടായ എല്ലാ സംവിധാനങ്ങൾക്കകത്തും പ്രവർത്തിച്ച, സേവനപരമായി ശുശ്രൂഷ ചെയ്ത എല്ലാ മിഷണറിമാരെയും മതപ്രവർത്തകർ മാത്രമാക്കി മാറ്റി നിർത്തി അവർ അതിക്രമത്തിലേക്ക് വരുന്നു, അവർ മെജോറിറ്റി നേടുന്നു എന്ന ഭാവേന ഒരു വൈര്യം ജനിപ്പിച്ച് ഹിന്ദു ക്രിസ്ത്യൻ ബന്ധം തകർക്കാൻ, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ബന്ധം തകർക്കാൻ ആവശ്യമായ എല്ലാ എലിമെന്റുകളും അതിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് നിരന്തരമായി രാജ്യത്തെ വിഭജിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിനകത്താണ് ഇത്തരമൊരു സിനിമ വരുന്നത്. ഒരു സിനിമയെ നമ്മൾ സിനിമയായിട്ട് കാണണമെന്ന് സാധാരണ വെറുതെ പറയുമല്ലോ, അങ്ങനെയല്ല. ഒരു സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മാത്രം പോരാ, അതിലെ രാഷ്ട്രീയം നമ്മൾ കാണണം, അതിലെ വിശ്വാസപരമായ കാര്യങ്ങൾ കാണണം, അതിന്റെ സാമൂഹ്യ പശ്ചാത്തലം നമ്മൾ കാണണം. ഒരു സിനിമയെ അല്ലെങ്കിൽ ഒരു കലാവസ്തുവിനെ പരിശോധിക്കുമ്പോൾ അതിന്റെ പ്രമേയം, അതിന്റെ ഭാഷാരീതി, അതിന്റെ ബിംബങ്ങൾ, അതിലുപയോഗിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം കൂടി അടങ്ങുന്ന ഒരു രാഷ്ട്രീയം ഓരോ കലാവസ്തുവിനും ഉണ്ടാവും. അതുകൊണ്ട് ഒരു കലാവസ്തുവിനെ കേവലമായി സിനിമയായിട്ട് കാണണം എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. സിനിമയെ സിനിമയായിട്ട് മാത്രം കണ്ടാൽ പോരാ, അതിന് ഒരു ജീവിതത്തിന്റെ പിൻബലമുണ്ട്, ഒരു ജീവിതം അത് പറയുന്നുണ്ട്, ഒരു ജീവിതത്തിന്റെ നേർക്കാഴ്ച അതിനകത്തുണ്ടാകും. സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കാലഘട്ടത്തെ അത് അടയാളപ്പെടുത്തുന്നുണ്ടാകും. അത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ കാലഘട്ടത്തിനോട്, ആ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഏതെങ്കിലും തരത്തിൽ അലോലസപ്പെടുത്തുന്ന ആളുകൾക്ക് അത് അസഹനീയമായി തോന്നാം. വിരുദ്ധാശയങ്ങൾ ഉണ്ടാകുന്നതിന് എതിർത്ത് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ ഒറ്റക്കണ്ണുള്ളവരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് ഒറ്റക്കണ്ണം പോക്കർ. ഒറ്റ കണ്ണേ ഉള്ളൂ. നമുക്ക് ഒരു കണ്ണ് പോരാ, നമുക്ക് രണ്ട് കണ്ണോടെ കാര്യങ്ങൾ കാണാൻ പറ്റണം. വിമർശനാത്മകമായി നമ്മെ തന്നെ പരിശോധിക്കാൻ എന്തെങ്കിലും ഒരു കലാവസ്തു കാരണമാകുന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിനെ സ്വീകരിച്ച് ആ കലാവസ്തുവിനെ പരിശോധിക്കാൻ പറ്റണം. അത് വാസ്തവമായി എത്രത്തോളം നീതി പുലർത്തുന്നുണ്ടെന്ന് പരിശോധിക്കണം. അത് നമ്മെ എങ്ങനെയൊക്കെ വിമർശനപരമായി കാണുന്നുണ്ടെന്ന് പരിശോധിക്കണം. നമ്മൾ എല്ലാറ്റിനെയും അടച്ചാക്ഷേപിക്കുന്നവരും എതിർക്കുന്നവരുമായി മാറിക്കൂടാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സിനിമയിലേക്ക് പോവാണ്, എമ്പുരാൻ എന്ന സിനിമയിലേക്ക് പോവാണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ആനുകാലിക പശ്ചാത്തലമാണ്. ഈ പശ്ചാത്തലം പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയേക്കാം. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. ഞാൻ ക്രിസ്തുവിൽ
ഒരഭിപ്രായം കാണുന്നു, ക്രിസ്തുവിന്റെ കണ്ണോടെ കാര്യങ്ങളെ കാണാൻ നോക്കുന്നു. അങ്ങനെ കാണുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്, ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു വിഷമവും ഇല്ല. ക്രൈസ്തവർ പീഡയേൽക്കാൻ വേണ്ടി ഇറങ്ങി വന്നവരാണ്, സഹിക്കാൻ വന്നവരാണ്. നാളെ ഒരു അതിക്രമം നമ്മുടെ പേരിലുണ്ടാവുന്നുള്ള ഭയവും നമുക്കില്ല. നിർഭയമായി പറയാൻ പറ്റും. കാരണം നമ്മൾ പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്, സാഹോദര്യത്തെക്കുറിച്ചാണ്, മനുഷ്യനന്മയെക്കുറിച്ചാണ്, രാജ്യത്തിന്റെ സുസ്ഥിരതയെക്കുറിച്ചാണ്. ഇവിടെ മതവിഭാഗീയതയും വർഗീയതയും വളർന്നു വരികയും പരസ്പരം നോക്കാൻ കഴിയാത്ത വിധം മനുഷ്യർ അന്യവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നതിനെ ചെറുക്കുക എന്നതിന്റെ ബാധ്യത ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്കുണ്ട് എന്ന ബോധ്യത്തിലാണ്. അപ്പൊ രാജ്യം അപകടകരമായി വർഗീയവൽക്കരിക്കപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ച് വിമർശനപരമായി സംസാരിക്കാതിരിക്കാൻ സാധ്യമല്ല. അത്തരത്തിൽ അവഹേളനപരമായി സംസാരിക്കുന്ന ആളുകൾ, പെൺകുട്ടികൾ 24 വയസ്സിനകത്ത് കെട്ടിച്ചു വിടണം എന്നിപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, മറ്റു സമുദായങ്ങളെ കുറ്റം പറയും, ആ സമുദായത്തിലൊക്കെ നേരത്തെ കെട്ടിച്ചു വിടും, അതുകൊണ്ട് ഇവിടെയും കെട്ടിച്ചു വിടണമെന്ന് പറയുന്ന തരത്തിൽ എന്താണ് പറയുന്നതെന്ന് ബോധമില്ലാതെ പറയുകയും ക്രൈസ്തവ സമൂഹത്തിന് തന്നെ അപമാനമാകുന്ന രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ടാകുമ്പോൾ വിമർശനപരമായി സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നതുകൊണ്ടാണ്. എങ്കിലും പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാതെ കാര്യങ്ങൾ പറയുന്നു. കേൾക്കുന്നവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ശിവറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഈ ആനുകാലിക പരിസ്ഥിതിയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ സിനിമയുടെ കാര്യത്തിലേക്ക് വരാം. സിനിമയിൽ അതിന്റെ പ്രമേയപരമായ കാര്യങ്ങളെക്കുറിച്ചും അല്ലെ വിശദഭാഗങ്ങളെക്കുറിച്ചും നമുക്ക് പിന്നെ ചിന്തിക്കാം. ആദ്യം നമുക്ക് അതിന്റെ ടൈറ്റിലിനെ കുറിച്ചൊന്ന് ആലോചിക്കാം. അതാണല്ലോ ആദ്യം വിമർശനത്തിനിരയായ ഒരു കാര്യം. നമ്മളെപ്പോഴും ടൈറ്റിലുകളെ വിമർശിക്കുന്നവരാണ്. എന്ത് പേര് കേട്ടാലും ഉടനെ തന്നെ നമ്മൾ ചാടി വീഴും. ഇപ്പൊ ഒരു സിനിമയ്ക്ക് ഈശോ എന്ന പേര് വന്നാൽ നമ്മൾ എതിർക്കും. എന്താണ് നമ്മൾ എതിർക്കുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. ഇത് ആരുടെയും അട്ടിപ്പേർ അവകാശത്തിലുള്ള കാര്യമല്ല. വാക്കുകളും തിരുവചനവും ദൈവവും ഒക്കെ സകല മനുഷ്യരുടേതുമാണ്. അത് ക്രിസ്ത്യാനികളുടെ കുത്തകയൊന്നുമല്ല. അങ്ങനെ കുത്തകയാണെന്ന് വിചാരിക്കുന്ന മതസ്വരൂപത്തിന്റെ സ്വഭാവമാണ്. ക്രിസ്ത്യാനികൾക്ക് ബൈബിളിനെ ആരെങ്കിലും വിമർശിച്ചാൽ അതിലൊരു പരാതി ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ക്രിസ്ത്യാനി തിരിച്ചറിയുന്ന ഒരു കാര്യം, എല്ലാവരും ക്രിസ്ത്യാനികളാണെന്ന്. അവരറിയുന്നില്ല, പക്ഷെ നമ്മൾ അറിയുന്ന എല്ലാവരും ക്രിസ്ത്യാനികളാണ്. എല്ലാവരിലും ക്രിസ്തുവിനെ കാണാനാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും വിമർശിച്ചാൽ ഉടനെ തന്നെ കയറെടുക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും നാമം മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് അസ്വസ്ഥമാകേണ്ട കാര്യമില്ല. കാരണം യേശു എന്ന നാമം കേവലം വ്യക്തിനാമമല്ല, അതൊരു പ്രക്രിയ കൂടിയാണ്. ഒരു നാമം വ്യക്തിനാമമാവുകയും പ്രക്രിയയായി തീരുകയും ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് അതിന്റെ സമ്പൂർണതയെ ഭഞ്ജിക്കാൻ ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും സാധ്യമല്ല. ഇനി യേശു ജീവിച്ചിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു? ആക്ഷേപം കേട്ട ആളാണോ അല്ലാത്ത ആളാണോ? യേശു അന്നും ഇന്നും ആക്രമിക്കപ്പെടുന്ന ആളാണ്. യേശുവിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ആരാണ്? വിശ്വാസം പറയുന്നവർ തന്നെയാണ്. വിശ്വാസം പറയുന്നവർ ക്രിസ്തു വിരുദ്ധരായി ജീവിക്കുന്നു എന്നതിനേക്കാൾ ഒരു വലിയ മുറിവ് ക്രിസ്തുവിനെ ഏൽക്കാനില്ല. യേശുക്രിസ്തുവിന്റെ നാമം സത്യനാമമാണെന്ന് പറയുകയും അതിന് വിരുദ്ധമായി ജീവിക്കുകയും ചെയ്യുന്ന സ്വഭാവം പുലർത്തുന്ന ക്രൈസ്തവ വിശ്വാസികൾ തന്നെയാണ് ക്രിസ്തുവിന് പ്രതിരോധം തീർക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, കിടക്കാനിടമില്ലാതെ ഭൂമിയിൽ വന്ന ഒരുവന് മാടാകോടികളായ സൗധങ്ങൾ പടുത്തുയർത്തി ദേവാലയങ്ങൾ ഉണ്ടാക്കി അതിലഭിമാനിക്കുന്ന, ഈ ആഡംബരങ്ങളിൽ അഭിരമിക്കുന്ന മനുഷ്യർ ക്രിസ്തുവിനെ എങ്ങനെയാണ് കാണുന്നത്? തൊട്ടരികിലുള്ളവനെ സ്നേഹിതനായി കാണാൻ കഴിയാത്ത വിധം അന്ധമായ കണ്ണുകളുള്ളവർ, മതത്തിന്റെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്താൻ ഇപ്പോഴും മനസ്സ് കാണിക്കുന്ന പ്രാകൃത സ്വരൂപമുള്ള മനുഷ്യർ ക്രൈസ്തവ വിശ്വാസികളാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ഈ ലോകത്ത് തെറ്റു ചെയ്യുന്നവരെയും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിക്കാൻ, ഏത് അക്രമ പ്രവൃത്തി ചെയ്യുന്നവരെയും ചേർത്ത് പിടിക്കാൻ അതിനുവേണ്ടി വന്നവരാ നമ്മൾ. വിജയം വരിക്കാൻ വന്നവരല്ല. ഒരു പരാജിതന്റെ കൂടെ ഇറങ്ങിയവരാണ്. കുരിശിൽ മരിച്ച് ലോകത്തിന് മുമ്പിൽ പരാജിതനാകുന്ന ഒരുവൻ സ്വർഗത്തിൽ മഹത്വത്തിൽ പ്രവേശിക്കുന്നുവെന്നും ആ മഹത്വത്തിൽ പങ്കുകാരാണ് നമ്മളെന്ന ബോധ്യമാണ് നമ്മളെ ക്രൈസ്തവരാക്കി നിലനിർത്തുന്നത്.
അതല്ലാതെ നാമരൂപത്തിൽ കൽപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനിറ്റി അല്ല നമുക്കുള്ളത്. നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ പ്രതി അർപ്പിക്കുന്നുവെന്നും അപ്രകാരം അർപ്പണത്തിലൂടെ ക്രിസ്തുവിന്റെ മരണം ഈ ലോകത്ത് പുനരവതരിപ്പിക്കുന്നുവെന്നും ഉദ്ധിതനായ അവനോടൊപ്പം ലോകത്തിന് കീഴടങ്ങാതെ ജീവിക്കുമെന്നും തെളിയിച്ചു കൊടുക്കുകയാണ് വിശ്വാസ ജീവിതം. അപ്പൊ അവിടെ ഈ പേര് ഉപയോഗിക്കുന്ന പ്രശ്നമായിട്ട് പറഞ്ഞത് എപ്പോഴും അതെ, പേരിനെ കുറിച്ച് ഭയങ്കര തർക്കമാണ്. ഞങ്ങളുടെ നാമം എടുക്കാൻ പാടില്ല, നിങ്ങൾക്ക് ആരാധ അവകാശമായിട്ട് വന്നേ. ഒരു വാക്കിന്റെ പേരിലും ഒരു പേരിന്റെ പേരിലും അവകാശം പിടിക്കാൻ ലോകത്ത് ആർക്കും അവകാശമില്ല. ഇനി അതങ്ങനെ അവകാശം ഉണ്ടെന്ന് പറയുന്ന ആരാന്നറിയാം? മതങ്ങളാണ്. ഇസ്ലാം മതത്തെ അങ്ങനെ വിമർശിച്ചാൽ, ഖുർആനെ വിമർശിച്ചാൽ നിങ്ങൾക്ക് വിമർശിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആളുകൾ. അങ്ങനെ വിമർശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരടഞ്ഞ പുസ്തകമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ അതൊരടഞ്ഞ സമൂഹമാണെന്ന്, അതൊരടഞ്ഞ നീതിബോധമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിമർശിക്കാനായി തുറന്നു വെക്കുമ്പോഴാണ്, വായിക്കാനായി തുറന്നു വെക്കുമ്പോഴാണ്, ചർച്ച ചെയ്യാനായി തുറന്നു വെക്കുമ്പോഴാണ്, മറ്റുള്ള മുമ്പിൽ അത് തുറന്നു വെക്കുകയും വിമർശനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ജീവനുള്ളതായിട്ട് മാറുന്നത്. മതങ്ങളൊക്കെ തന്നെ തങ്ങളുടെ ആധ്യാത്മികതയ്ക്കെതിരായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കയറ് പൊട്ടിക്കുന്നവരാണ്. അപ്പോ യേശുനാമത്തെക്കുറിച്ച് പറഞ്ഞ് കയറ് പൊട്ടിക്കുന്നവർ ആരാണെന്ന് കരുതണം? അവരൊരു മതത്തെ ഉള്ളിപ്പാറുന്നവരാണ്. സഭയെ സഭയായി കാണാൻ കഴിയാതെ, ക്രിസ്തുഗാത്രമായി കാണാൻ കഴിയാതെ, എല്ലാവർക്കും വേണ്ടി അർപ്പിക്കുന്ന ജീവിതമായി തിരിച്ചറിയാൻ കഴിയാതെ മതസ്വരൂപമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് ഇത്തരം വാക്കുകളെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ ഏർപ്പെടുന്നത്. എമ്പുരാൻ സിനിമയെ കുറിച്ച് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൈറ്റിലിനെ സംബന്ധിച്ച് വന്ന ആദ്യത്തെ തർക്കം തമ്പുരാൻ എന്ന പദത്തിന് വിപരീതമായി എമ്പുരാൻ എന്ന പദം ഉപയോഗിച്ചു വന്ന. ഞങ്ങൾ വീട്ടിൽ കുരിശു വരയ്ക്കുമ്പോൾ തമ്പുരാനെ എന്ന് വിളിച്ചിട്ടാണ് കുരിശു വരയ്ക്കുന്നത്. നിങ്ങളോട് ആര് പറഞ്ഞ അങ്ങനെ വരയ്ക്കാൻ? സഭയുടെ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ലല്ലോ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ. അങ്ങനെ ഇല്ലല്ലോ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ എന്നാണ് പ്രാർത്ഥന. തമ്പുരാനെന്ന് ആദ്യമില്ല. ഇനി തമ്പുരാനെന്ന് വിളിക്കുന്ന വാക്ക് നമ്മൾ യേശു ക്രിസ്തുവിനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് മാത്രമാണോ? തമ്പുരാക്കന്മാരുണ്ടായിരുന്നില്ലേ? രാജാക്കന്മാരെ തമ്പുരാൻ എന്നല്ലേ വിളിച്ചിരുന്നത്? ശക്തൻ തമ്പുരാൻ യേശു ക്രിസ്തുവിന്റെ പര്യായമാണോ? അഥവാ തമ്പുരാൻ എന്ന വാക്ക് ദൈവത്തെ വിളിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആരാ പറഞ്ഞത്? നിങ്ങൾ അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറവ് മാത്രമാണ്. ഭാഷ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാൻ മനുഷ്യർക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്. അവരവരുടെ അറിവും കഴിവും ഉപയോഗിച്ച് അവർ ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് തമ്പുരാനെ എന്ന വാക്ക് നേർ വിപരീതമായ വാക്ക് ഉപയോഗിക്കുന്നു, എമ്പുരാൻ എന്ന് ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ കേട്ട ഒരു ആദ്യം വന്ന പ്രതികരണങ്ങളിൽ ഒന്ന്. ഈ പ്രതികരണം പറയുമ്പോൾ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറയാം. നമ്മൾ സാധാരണ പറയുമല്ലോ അയ്യോ എന്ന് പറയുമല്ലോ. അപ്പൊ ഒരു കാലത്ത് വിശ്വാസി വന്ന സമയത്ത് ഞാനും ഈ അയ്യോ എന്ന് പറയുന്നതിനെതിരായിരുന്നു. അയ്യോ എന്ന് വെച്ചാൽ ചെകുത്താനെ വിളിക്കുന്നു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അങ്ങനെയാണ് ചെറുപ്പത്തിലെ പഠിപ്പിക്കപ്പെട്ടത്. അയ്യോ എന്ന് പറയരുത്, അയ്യോ എന്ന് വെക്കരുത്, നിങ്ങൾ ഈശോ എന്ന് പറയാവൂ, അയ്യോ എന്ന് പറയരുത്. അപ്പൊ ഇത് കേട്ടിട്ട് കുഞ്ഞുനാളെ മുതൽ നമ്മൾ അയ്യോ എന്ന വാക്കിനോട് നമുക്കൊരു പ്രതിപത്തിയുണ്ട്. വിശ്വാസമൊക്കെ ഇല്ലാണ്ട് ജീവിച്ച് കുറെ കാലം ഉണ്ടായെങ്കിലും ഈ അയ്യോ എന്ന വാക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ അമ്മയെന്നാണ് അങ്ങനെ പറയുമ്പോൾ ഉപയോഗിക്കാറ്. ദൈവമൊന്നും ഉപയോഗിക്കില്ലായിരുന്നു, പകരം അമ്മയെന്ന് ഉപയോഗിക്കും. അമ്മയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോ അയ്യോ എന്ന് പറയുന്ന വാക്ക് പറയരുത്, നിങ്ങൾ അങ്ങനെയല്ല പറയേണ്ടതെന്ന് പലപ്പോഴും പലരോടും ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. പിന്നീടാണ് ഈ അയ്യോ എന്ന വാക്ക് എവിടെ നിന്നുണ്ടാവുന്നതാണ് എന്നതിനെ കുറിച്ച് ഇന്നുണ്ടായി. അയ്യൻ, ഉടയവൻ എന്ന അർത്ഥമാണ് യഥാർത്ഥത്തിൽ അയ്യ, അയ്യോ എന്ന വാക്കിനകത്തുള്ളത്. അത് ചെകുത്താനെ വിളിക്കുന്ന പേരല്ല. നിങ്ങൾ അത് ചെകുത്താന്റെ പേരാണെന്ന് വിചാരിച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞാൽ ചെകുത്താനെ വിളിക്കുന്ന പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. അത്രേ ഉള്ളൂ. ഒരു വാക്കിനെ നാം പ്രയോഗിക്കുമ്പോൾ ആ വാക്കർത്ഥം എന്ത് എന്ന് വ്യക്തമായ ധാരണ നമുക്കില്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചാടും. പൊറോട്ടയ്ക്ക് ചപ്പാത്തി എന്ന് വിളിക്കുന്നവരുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തമ്പുരാൻ എന്ന വാക്ക് ക്രിസ്തുവിന്റെ പേരാണ്, ഞങ്ങൾ വിശ്വാസികൾ വിളിക്കുന്ന പേരാണ്, അതും തരാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ അവസാനം ഏത് വാക്കാണ് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുക? തിയോളജിക്കലായി എന്തോരം വാക്കുകൾ സാമാന്യ ഭാഷയിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ വാക്കുകൾ അപ്രകാരം സാധാരണ ഭാഷയിൽ നിന്ന് ദൈവവചനത്തിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. വചനമൊക്കെ എഴുതപ്പെട്ടത് അതത് കാലത്ത് നിലനിന്നിരുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങളും ഭാഷാപ്രകൃതങ്ങളും രീതികളും പ്രയോഗവും ഒക്കെ ചേർന്നിട്ടാണ്.
അതിനകത്തെ കോൺടെക്സ്റ്റായ ക്രിസ്തുവിലേക്ക് പോകാൻ കഴിയാതെ ഈ ടെക്സ്റ്റ് ഫോമിൽ മാത്രം വചനത്തെ കാണാൻ തുടങ്ങുമ്പോഴാണ് വചനം ദുരുപയോഗിക്കുന്നു എന്നർത്ഥമുള്ള തലത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. വചനമെന്ന് പറയുന്നത് എഴുതപ്പെട്ട നിയമത്തിനപ്പുറത്തേക്ക് കടക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അതിൽ ബന്ധിതരാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ബൈബിൾ വിശുദ്ധ ഗ്രന്ഥമാണ്, പക്ഷേ സഭ ദൈവവചനമായിട്ട് പറയുന്നത് ബൈബിളിനെ അല്ല. ദൈവവചനം യേശുക്രിസ്തുവാണ്. ആ ദൈവവചനത്തെ ബൈബിളിനകത്ത് നിന്ന് കണ്ടെടുക്കാൻ കഴിയും വിധം ഉൾക്കണ്ണ് തുറക്കണം. ആ കണ്ണ് തുറക്കാത്തയാള് ഈ വാചകത്തിൽ മാത്രം കുടുങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ വാചകം പരിശോധിച്ചാൽ പഴയ നിയമം തൊട്ട് നിങ്ങൾ വായിച്ചു വരികയാണെങ്കിൽ പലയിടത്ത് വെച്ചും കാലിടറും. കൊന്നുകളയുക എന്ന് പറയുന്ന വചനവും അതിനകത്തുണ്ട്. ദുഷ്ടനോട് കൂട്ടുകൂടരുത് എന്ന് പറയുന്ന വചനം അതിനകത്തുണ്ട്. എല്ലാവർക്കും വേണ്ടിയായി മാറുക, എല്ലാവർക്കും വേണ്ടി ജീവിക്കുക, എല്ലാവർക്കും വേണ്ടി മരിക്കുക, അങ്ങനെ എല്ലാവരിലും ഉദ്ധിതരാകുക എന്ന് പറയുന്ന ക്രിസ്തുവാകുന്ന വചനത്തിന്റെ പരിപൂർണത മാംസം ധരിച്ച വചനത്തെക്കുറിച്ച് ഈ ബൈബിൾ പറയുന്നുണ്ട് എന്നല്ലാതെ ബൈബിളാണ് ദൈവവചനമെന്ന് സഭ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ബൈബിളിനെ വിമർശിച്ചാൽ നമുക്ക് വിഷയമില്ല. നിങ്ങൾക്ക് ക്രിസ്തുവിനെ വിമർശിക്കാം. ക്രിസ്തുവിനെ വിമർശിച്ചാൽ എന്താ സംഭവിക്കുക? വിമർശിക്കുന്ന ആരെയാ? മരിച്ചുപോയവരാണ്, ജീവിച്ചിരിക്കുന്നവരെയാണ്. ജീവിച്ചിരിക്കുന്നവരെയാണ് വിമർശിക്കുക. മരിച്ചുപോയ ആളുകളെ സാധാരണ ആളുകൾ വിമർശിക്കാറില്ല. ജീവിക്കുന്നവരെയാണ്, പ്രവർത്തിക്കുന്നവരെയാണ്. അപ്പൊ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് ക്രിസ്തു എന്നാണ് ഒരു വിമർശനം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി യേശുവിന്റെ നാമം ഇട്ടുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ആളുകൾ സിനിമയിൽ വരാറുണ്ട്. യേശുവിന്റെ നാമം ഇട്ടു. യഥാർത്ഥത്തിൽ നമുക്ക് സ്വയം പരിശോധനയ്ക്കായി നൽകുന്ന ഏറ്റവും നല്ല ഒരു വിമർശനമാണ്. നമ്മൾ ആ ചെയ്ത പ്രവൃത്തിയെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ ഉള്ളിലേക്ക് തിരിയണില്ലേ ഒരിക്കലും? ഒരു വിമർശനത്തെ അംഗീകരിക്കാനും ആ വിമർശനം എന്നോടെന്ത് പറയുന്നുവെന്ന് ആലോചിക്കാനും എനിക്ക് കഴിയാതെ പോകുന്നുണ്ടോ? ഈശോ എന്ന പേരിട്ടുകൊണ്ട് ഒരു കഥാപാത്രം വരുന്നു, ആ കഥാപാത്രം തെറ്റ് ചെയ്യുന്നു, അങ്ങനെ പേരിട്ടത് ശരിയായില്ല. അപ്പൊ നമുക്കറിയാം ആ പേരിൽ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. ആ പേരിൽ ജീവിക്കുന്നവർ തെറ്റ് ചെയ്യാൻ പാടില്ലെന്നൊരു ബോധം നമുക്കുണ്ട്. ആ ബോധം അവനവനിലേക്ക് വെച്ച് അവനവന് ഈ കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കാൻ അത് ഉപകാരപ്പെടുമെങ്കിൽ അതിനെ വിമർശിക്കുന്നതിന് പകരം ഒരു ആത്മവിമർശനത്തിലേക്ക് അത് നീളും. അതുകൊണ്ട് നമ്മൾ കഥയിലും കഥാപാത്രത്തിലും പേരും ഒക്കെ വരുന്നത് എപ്രകാരമാണ് എന്ന് ചിന്തിച്ച് അതിനെ വിമർശിച്ച് സായുജ്യമടയുന്നതിന് പകരം ലോകത്ത് കലാമൂല്യമുള്ള വസ്തുക്കൾ, കഥാവസ്തുക്കൾ ഒക്കെ നമുക്ക് തരുന്ന അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി അവനവനെ തന്നെ പരിശോധിക്കുകയാണ് വേണ്ടത് എന്നതാണ് പൊതുവായൊരു അഭിപ്രായം. ഇത് സിനിമയായി കാണണമെന്ന അർത്ഥത്തിലല്ല, ഞാനൊരു സിനിമയുടെ ഭാഗത്ത് നിന്നല്ല. കാരണം നമ്മൾ ഈ സിനിമയുടെ പ്രവർത്തകരായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. ആ സിനിമ വിജയിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് കൺസേൺ ഉള്ള കാര്യമല്ല. നമുക്ക് ജീവിക്കുന്ന മനുഷ്യരുടെ പ്രശ്നമാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ആ പ്രശ്നത്തെ വിട്ട് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നത് ഒരു കുറവായിട്ടാണ് നമ്മൾ കാണുന്നത്. സിനിമയെ എങ്ങനെ കാണണം, അതിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് ആഴത്തി ചിന്തിക്കാനും എന്താണ് വിശ്വാസം അതിനെക്കുറിച്ചൊക്കെ പറയുന്നതെന്ന് പരിശോധിക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ പേരാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, എമ്പുരാൻ എന്ന പേര്. എമ്പുരാൻ എന്ന പേരിന്റെ അർത്ഥം തമ്പുരാന് വിപരീതമൊന്നല്ല. അതൊരു തെറ്റായ ധാരണയാണ്, അറിവില്ലായ്മയാണ്. അയ്യോ പറഞ്ഞില്ലേ, അയ്യൻ ഉടയവൻ, അയ്യോ ഉടയവനെ എന്നാണ് അയ്യോ എന്ന് പറഞ്ഞാൽ. കുഴപ്പമുള്ള കാര്യമല്ല. നമ്മൾ മനഃപൂർവ്വം പറയാതിരുന്നു, പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ട്. അതേപോലെ തമ്പുരാൻ എന്ന വാക്കിന്റെ സമാർത്ഥമാണ് യഥാർത്ഥത്തിൽ എമ്പുരാൻ. എമ്പുരാൻ തമ്പുരാന്റെ വിപരീതമല്ല. ഒരു കാര്യം, ഇനി തമ്പുരാൻ എന്ന വാക്ക് ക്രിസ്തുവിന് മാത്രം പേരായിട്ട് ഉപയോഗിക്കുന്ന പേരൊന്നുമല്ല. ദൈവത്തെ മാത്രമല്ല അങ്ങനെ വിളിക്കുന്നത്. രാജാക്കന്മാർ തമ്പുരാക്കന്മാരായിരുന്നു. ശക്തൻ തമ്പുരാൻ, തമ്പുരാക്കന്മാർ, ഭൂമിയിലെ തമ്പുരാക്കന്മാർ, ഇങ്ങനെ നിരവധി തമ്പുരാക്കന്മാരുണ്ട്. അപ്പോ തമ്പുരാക്കന്മാരെന്ന് പറയുന്നത് രണ്ടു പേരെ സാധാരണ പറയും. ഒന്ന് ദൈവത്തെ പറയാനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ രാജാക്കന്മാരെ പറയാനായിട്ടും ഉപയോഗിക്കാം. ഇനി എമ്പുരാൻ എന്ന വാക്ക് എവിടെ നിന്നാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. എമ്പുരാൻ എന്ന വാക്ക് യഥാർത്ഥത്തിൽ തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. തമിഴ് സംസ്കാരത്തിൽ നിന്ന് വരുന്നൊരു പേരാണ്. ഇമയപ്പെരുമാൾ, എംപെരുമാൻ എന്ന് പറയുന്ന തമിഴ് ദ്രാവിഡ പദങ്ങളിൽ നിന്നാണ് എമ്പുരാൻ എന്ന വാക്ക് ഉദ്ഭവിക്കുന്നത്. അപ്പൊ നമ്മൾ കരുതുന്നത് പോലെ അപകടകാരിയായ ഒരു കാര്യമല്ല.
അത് തമിഴകത്തുനിന്ന് വരുന്നൊരു കാര്യമാണ്, തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ദ്രാവിഡ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഇമയപ്പെരുമാൾ അല്ലെങ്കിൽ എം പെരുമാൻ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ നമുക്ക് കാണാം. അതിൽ നിന്നാണ് ഈ വാക്ക് ഉത്ഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടർത്ഥമാണ് അത്തരത്തിൽ ഉരുത്തിരിയുന്ന ഈ വാക്കിനുള്ളത്. ദൈവം അല്ലെങ്കിൽ പ്രഭു. ദൈവം അല്ലെങ്കിൽ പ്രഭു എന്ന അർത്ഥമുള്ള ഒരു വാക്ക് തമിഴിൽ നിന്ന് വരുന്നതാണ്. ഇമയപ്പെരുമാൾ അഥവാ എം പെരുമാൻ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ഇതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. എം പര പ്ലസ് മാൻ, ഉന്നതനായ ദൈവം, വിഷ്ണു അല്ലെങ്കിൽ ശിവൻ എന്ന അർത്ഥത്തിലാണ് ഇത് പ്രയോഗിക്കപ്പെട്ട് കണ്ടിട്ടുള്ളത്. തമിഴിലെ പുരാതന ഗ്രന്ഥങ്ങളായ ദിവ്യപ്രബന്ധം, ആഴ്വാർ പാട്ടുകൾ എന്നിവയിൽ ഈ പദം പ്രയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അവിടെ ദൈവത്തെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത്. ദിവ്യപ്രബന്ധം, ആഴ്വാർ പാട്ടുകൾ എന്നിവയിൽ ദൈവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എം പെരുമാൻ എന്ന ഈ വാക്കിന് ചോളരാജ്യവുമായും പാണ്ഡ്യരാജ്യവുമായിട്ട് ബന്ധമുണ്ട്. ചോളരാജാക്കന്മാരായ രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ എന്നിവർ തങ്ങളുടെ രാജത്വം വിശദീകരിക്കാനായി എം പെരുമാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. മലയാളത്തിൽ എങ്ങനെയാണ് ഈ പദം ഉപയോഗിക്കുന്നത്? അത് തമിഴ് സ്വാധീനമുള്ള ചില പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പേരുകൾ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ നമുക്ക് കാണാം. എംപുരാനാർ എന്ന് പറയുന്ന പേര് നമുക്ക് കാണാൻ പറ്റും. 12ാം നൂറ്റാണ്ടിലെ പ്രശസ്ത തമിഴ് സന്യാസിയും ശൈവ സിദ്ധാന്ത പണ്ഡിതനുമായ മേക്കന്ത ഇങ്ങനെ അറിയപ്പെട്ടിരുന്നിട്ടുണ്ട്. വിഷ്ണുവിനെ എം പെരുമായൻ എന്നും ശിവനെ എംപാദൻ എന്നും വിളിക്കുന്ന ഒരു പാരമ്പര്യവും നിലവിലുള്ളതായിട്ട് വായിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് നാം മനസ്സിലാക്കേണ്ടത്, എംപുരാൻ എന്ന വാക്കിന് ഒരു ദ്രാവിഡ മൂലവുമായിട്ട് ബന്ധമുണ്ട്. രാജാവിന് അതല്ലെങ്കിൽ ദൈവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. അത് പിശാചിന്റെ നാമമൊന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. നമുക്ക് ഒരു കാര്യത്തെ വിമർശിക്കാം, പക്ഷെ തെറ്റിദ്ധരിപ്പിക്കരുത്. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ കൂടുതൽ പഠനം ആവശ്യമാണെങ്കിൽ പഠനത്തിലേക്ക് പോകണം വേണ്ടത്. വായി തോന്നിയത് വിളിച്ചു പറയരുത്. നമ്മൾ ചെകുത്താനില്ലാത്ത പേരിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. എമ്പുരാൻ എന്ന പേര് തമ്പുരാൻ എന്ന വാക്ക് പോലെ തന്നെ ദൈവത്തെയും രാജാവിനെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. അതൊരു ദ്രാവിഡ മൂലത്തിൽ നിന്ന് വരുന്നതാണ്. അതിന് ഇപ്രകാരമുള്ള ചരിത്രപരമായ ഉറവിടങ്ങളുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ശരിക്കും പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പേരിനെ കുറിച്ച് മാത്രം ഇന്ന് സൂചിപ്പിച്ചോളൂ. ഞാനത് പഠിക്കാൻ തുടങ്ങിയപ്പോഴും നിരവധിയായ കാര്യങ്ങൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനുണ്ട്. പ്രമേയപരമായിട്ടും എല്ലാം. ആത്യന്തികമായിട്ട് അതിനകത്ത് വരുന്നൊരു കാര്യം, ഒരു തിന്മ ഉണ്ടാവുമ്പോൾ ആ തിന്മയെ വേറൊരു തിന്മ നേരിടുക എന്നുള്ളതാണ്. വലിയ തിന്മയെ ചെറിയ തിന്മ കൊണ്ട് നേരിടുക എന്നുള്ളതാണ്. അത് ക്രൈസ്തവമായൊരു വീക്ഷണമല്ല. ഈ ലോകത്തുള്ള എല്ലാം ക്രൈസ്തവ വീക്ഷണത്തിലാവണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ക്രൈസ്തവ വീക്ഷണമല്ലാത്ത വീക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ക്രിസ്തു വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കുകയാണ് വേണ്ടത്. ഒരു അനീതിയെ അനീതി കൊണ്ട് എതിർക്കാൻ കഴിയില്ല. പക്ഷെ ലോകത്തിന്റെ സാമാന്യബോധം അങ്ങനെയാണ്. അത് ഈ ഒരു സിനിമയിലല്ല. സാധാരണ നമ്മൾ കാണുന്ന സിനിമകളിലൊക്കെ ഈ പ്രതികാര നിലയ്ക്കൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനീതിയാണ്. ഒരനീതിയെ ചെറുക്കാൻ വേറൊരു അനീതി പ്രവർത്തിക്കുക. കൊന്നവനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അനീതിയെ അനീതി കൊണ്ട് തകർക്കാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അനീതിയെ ജയിക്കാൻ അനീതി പ്രവർത്തിക്കുക എന്നുള്ളത് ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. പക്ഷേ ക്രൈസ്തവ വിശ്വാസത്തിന് പുറമേയുള്ളതൊന്നും അംഗീകരിക്കില്ലെന്നോ അറിയില്ലെന്നോ അറിയേണ്ടെന്നോ കാണണ്ടെന്നോ ഒക്കെ പറയുന്നത് വിഡ്ഢിത്തമാണ്. നമുക്ക് ഈ ലോകത്തെ അംഗീകരിക്കാൻ പറ്റണം. നാം ജീവിക്കുന്ന ലോകത്താണ്, ഉട്യോപ്യയിലല്ല. നമ്മുടെ ചുറ്റുപാടിൽ ഈ സംവിധാനങ്ങളുണ്ട്. പണമാധിപത്യം പുലർത്തുന്നുണ്ട്, മദ്യവും മയക്കുമരുന്നുണ്ട്, അക്രമങ്ങൾ പെരുകുന്നുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുണ്ട്. ആ സാഹചര്യങ്ങൾക്കകത്ത് ക്രിസ്തു സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കാം, എങ്ങനെ ക്രിസ്തുവിനെ വിളമ്പാം എന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, വിശപ്പിനെ നേരിടാൻ എന്ത് ചെയ്യണം, വസ്ത്രമില്ലാത്തവന്റെ നഗ്നത മറയ്ക്കാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയും, അടികൊള്ളുന്ന ഒരുവനെ, മർദ്ദിതനായ ഒരുവനെ എങ്ങനെ വിമോചിപ്പിക്കാൻ പറ്റും, ഒരാൾ മറ്റൊരാൾ അടിക്കുമ്പോൾ അത് തടുക്കാൻ നമുക്ക് കഴിയൂ. ഈ കവിത കേട്ടിട്ടില്ലേ? എങ്ങോ മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ്, നെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താവും. എങ്ങോ മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താവുന്നു.
ഇങ്ങനെ അപരത്വത്തെക്കുറിച്ച് തിരിച്ചറിയാനാണ് ഭൗതികമായ സാഹചര്യങ്ങൾ നമുക്ക് കാരണമായിട്ട് മാറേണ്ടത്. അതുകൊണ്ട് സിനിമയെ സംബന്ധിച്ച ബാക്കി കാര്യങ്ങൾ ദീർഘമായി പറയേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. അതിനകത്തുള്ള സിമ്പലുകൾ ഉപയോഗിച്ചിട്ടുള്ളത്, അതിലെന്തുകൊണ്ടാണ് കുരിശ് കത്തി വീഴുമ്പോൾ എല്ലാം ആകുന്നത്, അതിലെ ആ ചിഹ്നം എന്താണ് അടയാളപ്പെടുത്തുന്നത്, എന്താണ് ഈ സിനിമയ്ക്കകത്ത് ഈ അബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്താണ്, അത് ഏതെങ്കിലും പൈശാചിക സ്വാധീനങ്ങളുടെയോ അല്ലെങ്കിൽ പൈശാചിക പ്രവർത്തനങ്ങളുടെയോ ഫലമാണോ, എന്താണ് അതിന്റെ കണ്ടന്റ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വിവിധ ദിശകളിൽ നിന്ന് ചിന്തിക്കാം. അത്തരം ചിന്തകൾ നമുക്ക് കൂടുതൽ തുറവിയോടെ ഒരു കാര്യം കാണാനുള്ള പ്രേരണ നൽകും. പിന്നെ നമ്മളൊരു കാര്യം വിചാരിക്കുന്ന പോലെ സിനിമ കണ്ടാൽ നാം പകരില്ല. സമൂഹത്തിലുള്ള കാര്യമാണ് സിനിമയിലേക്ക് വരും. സിനിമയിലെ ഏത് കലാരൂപത്തിലും ഇല്ലാത്തൊരു കാര്യം കൊണ്ടുവന്ന് വെച്ച് ഒരാളെ അങ്ങനെ രൂപാന്തരപ്പെടുത്താൻ സാധ്യമല്ല. ചുറ്റുപാടുകൾ ഇങ്ങനെയാകുന്നു, ഇത് പ്രശ്നമാണ്. ഇപ്പൊ എത്രയോ സിനിമകൾ മയക്കുമരുന്നിനെ സംബന്ധിച്ചു പോകുന്നു. കാരണം നമ്മുടെ സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അക്രമം പെരുകുന്നു സിനിമ കണ്ടിട്ടാണ്. അങ്ങനെയല്ല, അക്രമം പെരുകുന്നുണ്ട് എന്ന കാര്യം പ്രൊജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് കഥാവിഷയമാകാം, ഒരു കലാവസ്തുവിന് വിഷയമായിട്ട് മാറാം. അതുകൊണ്ട് നമ്മൾ നമ്മെ പരിശോധിക്കുകയും നമ്മെ വിലയിരുത്തുകയും നമ്മെ നവീകരിക്കുകയൊക്കെ ചെയ്യേണ്ടത് വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ്. വിശ്വാസത്തെ പുറത്തുനിന്ന് ആക്രമിക്കുന്നു എന്ന് പറയുന്ന പരിവേദനങ്ങൾ യഥാർത്ഥത്തിൽ തെറ്റാണ്. വിശ്വാസത്തെ പുറത്തു നിന്ന് ക്ഷയിപ്പിക്കാൻ സാധ്യമല്ല. വിശ്വാസം ക്ഷയിക്കുന്നത് അകമയാണ്. ലോകാഭിമുഖ്യം ഉണ്ടാവുമ്പോഴാണ്. ആ ലോകാഭിമുഖ്യത്തെ എതിർക്കാനും അവരിന് വേണ്ടി മരിക്കാൻ ഹൃദയപരമായി അർപ്പിക്കാനും എത്രത്തോളം നമുക്ക് കഴിയുന്നുവോ ക്രിസ്തുവിൽ നാം മുന്നേറും. അപ്പൊ ലോകം എത്രത്തോളം പ്രതികൂലം ഉണ്ടാക്കുന്നുവോ അത്രത്തോളം വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. പ്രതികൂലങ്ങൾ വിശ്വാസത്തെ തകർക്കില്ല, പ്രലോഭനങ്ങൾ തകർക്കും. ആ പ്രലോഭനം നൽകുന്നത് എന്താ? ആ പ്രലോഭനം ലോകത്ത് സമ്പത്തിനുള്ള താല്പര്യം, സുഖഭോഗങ്ങളുള്ള താല്പര്യം, ലോകവാസനകളുള്ള നമ്മുടെ ഐക്യം. അത് എത്രത്തോളം ഉണ്ട്? സമ്പത്ത് കേന്ദ്രീകൃതമാണ് നമ്മൾ. സഭാസ്ഥാപനങ്ങളും സഭാ നേതൃത്വവും തന്നെ പുനഃപരിശോധിക്കേണ്ട കാര്യമല്ലേ? നമ്മുടെ ഉപഭോഗം ദാരിദ്ര്യത്തിനിണങ്ങുന്നതാണ്. നാം കെട്ടിപ്പോക്കുന്ന രമ്യഹർമ്മ്യങ്ങൾ ദാരിദ്ര്യത്തിന് യോജിച്ചതാണ്. കിടക്കാനിടമില്ലാത്ത ക്രിസ്തുവിന്റെ പേരിൽ നാം നടത്തുന്നത് എന്ത് തരം പ്രവൃത്തിയാണ്, എന്ത് തരം ജീവിതമാണ്? ഇതൊക്കെ സ്വയം പരിശോധിക്കേണ്ട വിഷയങ്ങളാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രലോഭനങ്ങളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രതികൂലങ്ങൾ നമുക്കെതിരായി വരില്ല. പ്രതികൂലങ്ങൾ ഒരിക്കലും സഭയെ തകർക്കില്ല. നരക കവാടങ്ങൾ പ്രബലപ്പെടാത്ത സഭയാണ്. ക്രിസ്തു പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ഈ സിനിമയെയും ഭയക്കേണ്ട കാര്യമില്ല. എങ്ങനെ നമുക്ക് വ്യക്തമായി ഒരു ധാരണയിലേക്ക് എത്താൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. പേരിന്റെ ടൈറ്റിൽ വന്നിട്ടുള്ള അതിനെക്കുറിച്ചൊക്കെയാണല്ലോ. അതിലുണ്ടായിട്ടുള്ള സിമ്പലുകൾ, അതിലുപയോഗിച്ചിട്ടുള്ള മുദ്രകൾ, ലൂസിഫറിൽ തന്നെ ആരംഭിക്കുന്നു എന്ന് പറയുന്ന വിവിധ തരത്തിലുള്ള സൂചനകൾ, അതെന്തിലേക്കൊക്കെയാണ് നയിക്കുന്നത്, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ പിന്നിലുള്ള അർത്ഥം, അതിൽ ഉപയോഗിച്ച വാക്കുകളുടെ അർത്ഥം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് തുടർന്നുള്ള ഭാഗത്ത് ആലോചിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഹൃദയത്തിൽ അലിവുള്ളവരാകുക. അക്രമവും അടിച്ചമർത്തലും ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കാനും യുദ്ധം ചെയ്യാനല്ല നമ്മൾ പോകേണ്ടത്. ആത്മവീര്യമുള്ളവരായിട്ട് മാറുക. ക്രിസ്തുവിനെ പ്രതി മരിക്കാനുള്ള തീരുമാനം ഉണ്ടാകുക. അങ്ങനെ രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത മാർഗം, പരിശുദ്ധാത്മാവുള്ള ജീവിതം നമുക്കും സ്വന്തമാക്കാൻ ഇടയാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.